ഉമയുടെ വിവാഹത്തിന് പൊൻതിളക്കമേകി സെറാഫ്സിന്റെ പൊന്ന്. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വെട്ടുകാട് കീഴേടത്തുപടി ഉമയുടെ വിവാഹത്തിന് സെറാഫ്സ് ചാരിറ്റബിൾ സൊസൈറ്റി 2 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ സഹായമായി നൽകി. സെറാഫ്സ് പ്രസിഡന്റ് ഫാദർ CM രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഒല്ലൂർ MLA K രാജൻ ആഭരണങ്ങൾ കൈമാറി. പക്ഷാഘാതം മൂലം ഒരു വശം തളർന്നുപോയ അച്ഛനും നിത്യരോഗിയായ അമ്മയ്ക്കും ഉമയുടെ വിവാഹത്തിന് മോതിരമാറ്റത്തിനുള്ള ഒരു സ്വർണ്ണമോതിരം വാങ്ങാൻ പോലും നിവർത്തിയില്ലാത്ത സാഹചര്യം. ഇവരുടെ അവസ്ഥ ബോധ്യമായ MLA സെറാഫ്സിനെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് സഹായം ലഭ്യമാക്കിയത്. സെറാഫ്സ് നൽകുന്ന 66ാമത് വിവാഹ സഹായമാണിത്. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, വാർഡ് അംഗം VR രമേശ്, സെറാഫ്സ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എബ്രഹാം നാച്ചിറ, ഈശോ ജോയ്, ജോസ് തുരുത്താർ, അനിൽ CP എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. നമുക്ക് വരാനുള്ള സാഹചര്യം വന്നാലപ്പോൾ നോക്കാം. പ്രയാസം കൊണ്ട് തുടർച്ചയായിട്ട് വിളിക്കും. രമേശനോട് പറഞ്ഞു, ഒരു കല്യാണമാകാൻ പോകുന്നതിൻ്റെ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ എപ്പോഴും വന്ന് ചേരുന്നതുകൊണ്ട് തുടർച്ചയായിട്ട് വിളിക്കും. അവർ തിരക്ക് പിടിക്കേണ്ട, കാത്തിരുന്ന് നമുക്ക് കാണാം. അബ്രഹാം സാറിനോടൊരു ഘട്ടത്തിൽ മാഷോട് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ 5 കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. കാരണം ഞാൻ എൻ്റെ അടുത്ത് ഒരു ഫാമിലിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കല്യാണത്തിന് സഹായം കൊടുക്കാമെന്ന് പറഞ്ഞ ഒരാൾ വന്നപ്പോൾ രാഷ്ട്രീയമായി നമ്മളുമായിട്ട് വന്നപ്പോൾ ഒരാളെ ഞാൻ നോക്കിയില്ല. ഞാൻ നേരെ ബ്രഹ്മാഷോട് പറഞ്ഞു, കയ്യിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിസ്റ്റ് കൊടുത്താൽ നമുക്ക് ആ സഹായം മേടിച്ചു കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു കാരണം സെറാഫ്സ് അവർ തന്നെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ പണം മുടക്കി അവർ തന്നെ അതിനകത്തൊരു ത്യാഗം സഹിച്ച് ആരോടും പറയാതെ കാര്യങ്ങളൊക്കെ ചെയ്തു പോരുക, ഏതെങ്കിലും വിധത്തിലുള്ള ജനക്കൂട്ടില്ലാതെ ചെയ്തു പോരുക എന്നതാണ്. ജോയേട്ടൻ മോൻ്റെ കല്യാണം നടത്തിയപ്പോൾ 5 കുടുംബങ്ങൾക്കാണ് ഇങ്ങനൊരു സഹായം ചെയ്തത്. 5 കുടുംബങ്ങൾക്ക്. ഒരു ചെറിയ കാര്യമില്ല. ജോയേട്ടന് പറയാൻ മകളുണ്ട്, ജോസേട്ടൻ അങ്ങനെ ഒരു വിവാഹം നടത്തിയപ്പോൾ 5 കുടുംബങ്ങൾക്കാണ്. അത് വേറെ ആരോടും പറഞ്ഞോ പ്രചരണം കൊടുത്തതല്ല. അത് തീരുമാനിച്ച പോലെ നമ്മുടെ എല്ലാം ഏറ്റവും ആദരണീയനായ അധ്യാപകൻ ബ്രഹ്മാഷ ചുമതലപ്പെടുത്തിയാൽ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള പ്രകടനവും കുഴപ്പമില്ലാതെ അത് അങ്ങ് ചെയ്യും. ഈശോ ചേട്ടൻ കേട്ട വഴിക്ക് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞതൊക്കെ ഒരു മനസ്സിൻ്റെ പിൻബലാണ്. അനിലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ പണം ഏതാണ്ട് 2,50,000 രൂപയോളം വരാവുന്ന ഒരു സാധനം 5 ലക്ഷം രൂപയ്ക്ക് കിട്ടി. അതൊരു 50,000 രൂപയുടെ അവരുടെ സഹായമാണ്. മുതലാളി വിചാരിച്ചാൽ അത്ര റിഡക്ഷൻ കിട്ടില്ല. അനിൽ ഇതിൻ്റെ മാനേജറായതുകൊണ്ട് അങ്ങനെ റിഡക്ഷൻ കിട്ടി. അപ്പോൾ എല്ലാവരും കൂടി നമുക്ക് ഉമ്മയുടെ കല്യാണം ഏറ്റവും സന്തോഷകരമായി നമ്മുടെ കുടുംബത്തെ ഒരു കുഞ്ഞു കല്യാണത്തിന് ഇറങ്ങി വരുന്നത് പോലെ സന്തോഷത്തോടു കൂടി നടത്താം. ഞാൻ മിനിച്ചോട് പറയപ്പോഴും വഴിയുണ്ടാവും, കാത്തിരിക്കും, വഴിയുണ്ടാവും എന്ന് പറയും. അപ്പോൾ അസ്വസ്ഥതയോടെ ഇങ്ങനെ അവരുടെ ഒരു പ്രയാസം ടെൻഷനോട് വിളിച്ചു പോയി. ബ്രഹ്മാഷ് ഇത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, നമുക്ക് 2 ലക്ഷം രൂപയുടെ ഒരു സഹായം ചെയ്യാമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് മിനി ചേച്ചിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ 2 ലക്ഷം തരുന്നു പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, മാഷ് മെസ്സേജ് വന്നു കഴിഞ്ഞു. എന്നാലും ഞാൻ അത് മാഷ് തന്നെ ഇതിൻ്റെ ആളുകൾ തന്നെ ഇവിടെ പറയട്ടെ എന്നുള്ളതുകൊണ്ട് ഞാൻ അപ്പം പറഞ്ഞില്ല. പിന്നെ ഇവരറിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷത്തോടെ. പക്ഷേ നേരത്തെ എൻ്റെ ഓഫീസിൽ PA ആയിട്ടുള്ള ഷാജിയേട്ടനാണെങ്കിൽ മാഷായിട്ട് വളരെ അടുത്ത ആത്മബന്ധമുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് സുഖമായിട്ടുള്ള ഇറങ്ങാൻ പറ്റുന്ന, വലിയ കുഴപ്പമില്ലാതെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സന്തോഷത്തിലേക്ക് ഉമ്മയും കിടന്നു. സാധാരണ ഇവരൊരു ശീലം കല്യാണത്തിന് വരാറില്ല. ഞാൻ അഡ്വാൻസ് ആയിട്ട് എല്ലാവരും ക്ഷണിക്കാൻ ആഴ്ച തലേദിവസം വന്നിട്ട് ഇത് കൊടുത്ത് വേറെ വള്ളി തിരയിലൊന്നും വെക്കാതെ ബിഹേവിയറിന്റെ കറക്റ്റനായിട്ട് പോകുന്ന ആളുകളാണ്.